ഈ ആൾക്കാരുടെ ഹീറോ ആയിരിക്കുമ്പോഴും മനസ്സിൽ നമ്മുടെ ഹീറോസിനെ ആരെയൊക്കെയാണ് ഹീറോ ആയിട്ട് കണ്ടിട്ടുള്ളത്? ഒരു വ്യക്തിയെയോ ഒരു സംഭവത്തെയോ ഒരു പ്രത്യേക കാരണം കൊണ്ട് ആരാധിക്കുകയോ ഒന്നും ചെയ്യുന്ന ആളല്ല. ഉം, ഉം, അവരുടെ ഇപ്പം ചിലരുടെ സ്കില്ലുകൾ, ചിലരുടെ വൈദഗ്ധ്യങ്ങൾ, ചില സ്വഭാവങ്ങളെയൊക്കെ നമുക്ക് ഇഷ്ടപ്പെടും. അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യും. ഉം. ഈ അപ്രീസിയേഷനും ആരാധനയും രണ്ടും രണ്ടാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആണ്. ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആളുകളെ, ഇത്തരം ആളുകളെ. ഉം, ഒരു വ്യക്തിയുടെ അഭിനയ മികവ് അല്ലെങ്കിൽ ഗാന ആലാപനത്തിലെ മികവ്, അതിനെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യും, നമ്മൾ കൈയടിക്കും. ഉം. അതിനർത്ഥം ആ മനുഷ്യൻ ജീവിതത്തിൽ മുഴുവൻ അങ്ങനെ അയാളുടെ പ്രവൃത്തി, അയാളുടെ ജീവിത വീക്ഷണം എല്ലാം ആ പാട്ട് പോലെ സുന്ദരവും സുരഭിലവും ആയിക്കൊള്ളണം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ആളുകൾ വിചാരിക്കുന്ന ഒരു സിനിമയിൽ ഒരാൾ ഒരു നല്ല ക്യാരക്ടറായിട്ട് ഒരു ഹീറോ ആയിട്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ അയാൾ വ്യക്തി ജീവിതത്തിൽ അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നവരാണ് 90%. ഉം. അവരതല്ലാതെ എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു സമൂഹത്തിൽ ബിഹേവ് ചെയ്യുകയോ ആരോടെങ്കിലും വഴക്കുണ്ടാക്കുന്ന ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇയാൾ ഇത്ര വൃത്തികെട്ടവനായിരുന്നോ എന്ന് ചോദിച്ച് കമൻറ്റ് ഇടുന്ന എൻ്റെ അർത്ഥം തന്നെ. സിനിമയല്ല ജീവിതമെന്ന് തിരിച്ചറിയണം. ഉം. പൊതുസമൂഹത്തിൽ നമ്മൾ കാണുന്ന വ്യക്തിയല്ല യഥാർത്ഥ വ്യക്തിയെന്ന് നമ്മൾ തിരിച്ചറിയണം. ഉം. ഒരാൾ ഭരണത്തിൽ മിടുക്കനായിരിക്കുന്ന ആൾ ഏറ്റവും സ്വഭാവശുദ്ധിയുള്ള ഒരു പുണ്യാത്മാവാണെന്ന് തെറ്റിദ്ധരിക്കുന്നതാണ് നമ്മൾ.